ഇറക്കം വേണ്ടത് 19 ഇഞ്ചാണ്. അതിനൊരു 20 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് അടിഭാഗത്തൊരു ഇഞ്ച് മടക്കി അടിക്കാനാണ്. 12 ഇഞ്ച് ക്രോച്ച് വണ്ണം വേണം. 2 ഇഞ്ച് മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് പടി വെച്ചടിക്കാനാണ് കേട്ടോ. ഇനി ഒരു 12 ഇഞ്ച് നമുക്ക് ക്രോച്ച് ഇറക്കെടുത്ത് അതിൽ 2 ഇഞ്ച് വീതിയിൽ നമുക്ക് കീഴ്പോട്ട് വരച്ച് ക്രോച്ചിനുള്ള കർവ് വരച്ചു. അടിയിൽ 9 ഇഞ്ച് അടയാളപ്പെടുത്തി, ഒരു ഇഞ്ച് മടക്കി വെച്ച് 9 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ബർമൂഡ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. കണ്ടോ, 2 പീസിൻ്റെയും ഓരോ ഭാഗം ക്രോച്ച് ഭാഗം എടുത്ത് അത് കൂട്ടിയിടിക്കുക. അത് കൂട്ടി സ്റ്റിച്ച് ചെയ്തു. അതുപോലെ മറ്റേ ക്രോച്ച് ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അത് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ കാലിൻ്റെ തുമ്പുഭാഗം 1 ഇഞ്ച് മടക്കിയടിക്കുക. 2 ഭാഗവും അതുപോലെ മടക്കിയടിക്കണം കേട്ടോ. അതുപോലെ മടക്കി നീറ്റായി അടിക്കുക. മറ്റേ കാലിൻ്റെ അടിഭാഗവും 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ കാലിൻ്റെ തുമ്പ് തൊട്ട് ക്രോച്ച് ഭാഗത്തിലൂടെ ഒരു അടി കൊടുക്കാം. 2 കാലിൻ്റെ 2 തുമ്പും കൂട്ടി പിടിച്ച് ക്രോച്ച് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അത് മറച്ചിട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ 2 ഇഞ്ച് മടക്കി അടിക്കാം. നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് വേണം നമുക്ക് അടിക്കാൻ. കണ്ടോ, ഇങ്ങനെ 2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാസ്റ്റ് വരുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇടണം. അവിടെ ഇട്ടിട്ട് ഗ്യാപ്പിട്ട് കട്ട് ചെയ്യണ്ട ഗ്യാപ്പ്. ഇനി അതിനുള്ളിലൂടെ ഒരു 20 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഇലാസ്റ്റിക് എടുത്ത് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ ഒരു സൂചിയിൽ ഫിറ്റ് ചെയ്ത് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്കുക. മറ്റേ തലയ്ക്ക് എത്തുമ്പോൾ നമുക്ക് നമുക്കത് രണ്ടും കൂട്ടി പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി അതിനൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അത് മുളച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി അത് ഉള്ളിലേക്ക് ശരിക്കിട്ട് ഞെറിക്കൊരേ പോലെ എല്ലായിടത്തും ആക്കി അങ്ങനെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഞെറിയാക്കി വയ്ക്കുക. എന്നിട്ട് ആ ഗ്യാപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ആ ഗ്യാപ്പുള്ള ഭാഗം ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഗ്യാപ്പുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തു.
ഇനി അതിൻ്റെ മേലെ കൂടെ വെച്ച് ഇലാസ്റ്റിക് ഒന്ന് വലിച്ചടിക്കണം. ഇലാസ്റ്റിക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഉണ്ടാവും ഇങ്ങനെ വലിച്ച് പിടിച്ച് അടിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഉണ്ടോ ഇങ്ങനെ വലിച്ച് പിടിച്ചടിച്ച് എടുക്കാം കേട്ടോ. സ്റ്റിച്ചിങ് കഴിഞ്ഞു. നമ്മുടെ ബർമുഡ റെഡി. ഉണ്ടോ.